ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസ് കോൺഫറൻസ് ഇന്നലെ നമ്മൾ സസത്വം കേട്ടു. പാകിസ്ഥാനുമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ തീർന്നിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അവരുമായിട്ട് അവരുടെ ഡയറക്ടർ ജനറൽ ഓഫ് അവരുടെ മിലിറ്ററി ഓപ്പറേഷൻ്റെ നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ തമ്മിൽ ഫോണിൽ സംസാരിച്ച് അത് മിനിഞ്ഞാന്ന് 3:35 PM അവരിങ്ങോട്ട് വിളിച്ചു. നമ്മൾ അങ്ങോട്ട് ആൻസർ ചെയ്തു. 5 മണിക്ക് വീണ്ടും തമ്മിൽ സംസാരിക്കാമെന്ന് പറഞ്ഞു. വെടിനിർത്തൽ തന്നെ ആണ് പ്രപ്പോസ് ചെയ്തത്. 5 മണി മുതൽ നമ്മൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അതിനുശേഷവും നമ്മുടെ ബോർഡറിലെ ചില സ്ഥലങ്ങളിൽ ഡ്രോൺസുകളും ആർട്ടിലറി ഷെല്ലിങ്ങും ഒക്കെ ഉണ്ടായി. എങ്കിലും ശാന്തമായി പൊതുവെ. ഇന്നലെ പ്രധാനമന്ത്രി പറയുമ്പോൾ ആ പ്രസ് കോൺഫറൻസ് സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഓപ്പറേഷൻ സിന്ദൂർ തീർന്നിട്ടില്ല, നമ്മളത് തുറന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ കാരണം അവിടുത്തെ ടെററിസ്റ്റ് ആക്ടിവിറ്റി അവർ നടത്തുന്നിടത്തോളം കാലം അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ മുഖേന അതിനെ നമ്മൾ കൈകാര്യം ചെയ്യും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. യുദ്ധം അല്ലെങ്കിൽ ടെററിസ്റ്റുകൾക്കെതിരായിട്ടുള്ള ഇന്ത്യയുടെ പ്രതിരോധം തീർന്നില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം ഇന്നലെ രാത്രിയിൽ നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിൽ ചില സ്ഥലത്ത് അവിടെ ഡ്രോൺസ് വന്നു വീണു. അത് കൗണ്ടർ ചെയ്ത് നമ്മൾ നശിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ 3 സേന അംഗങ്ങളും അവരെല്ലാവരും വിജിലൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. യുദ്ധം തൽക്കാലത്തിനേക്ക് തീർന്നേ ഉള്ളൂ. ആ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അവിടെ ഉള്ളിടത്തോളം കാലം നമ്മൾ അവരെ നശിപ്പിക്കാനായിട്ട് തന്നെ നമ്മൾ ശ്രമിക്കും എന്ന് തീർത്ത് പറഞ്ഞു. ലോകത്തിലെ ഏത് ശക്തികൾ ഇടപെട്ടാലും ശരി, നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ കൈവശമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അവരെ നശിപ്പിക്കുമെന്ന്. ചില വാർത്തകൾ വരുന്നത് അത് അവിശ്വസനീയമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഫോറിൻ ന്യൂസുകളെല്ലാം പലരും പറയുന്നത് അതിനകത്ത് ആകാശം, കര അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെയുള്ള നമ്മുടെ യുദ്ധത്തിന് ഇന്ത്യ തയ്യാറാണെങ്കിലും അവർ പറയുന്നത് പാകിസ്ഥാന്റെ ആണവ കേന്ദ്രത്തിൽ നമ്മൾ അറ്റാക്ക് ചെയ്തു എന്നാണ് പല വിദേശ മാധ്യമങ്ങളും പറയുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നത്. അതിനകത്ത് ഇന്ത്യക്ക് അതിനുള്ള ശക്തിയുണ്ട്. ഇന്ത്യയെ ആണവ ബോംബുകൾ ഉപയോഗിച്ച് തകർക്കുമെന്ന് വീരവാദകം അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പ്രവൃത്തികൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യ കൗണ്ടർ ചെയ്തിരിക്കും, അതിന് സംശയമില്ല. ആ ആണവ മിസൈലുകളെ അവർക്ക് കയ്യിൽ അല്ലെങ്കിൽ അവരുടെ മെഷീനിൽ എടുക്കാൻ കഴിയുന്നതിന് മുമ്പ് അത് നമ്മൾ തകർത്തിരിക്കും. അവർക്ക് തന്നെ നാശം ഉണ്ടാവും. ഇന്ത്യ അതുപോലെ അഡ്വാൻസ്ഡ് ആണ്. ആധുനികമായ നമ്മുടെ മിസൈലും ഡ്രോൺസും ഉപയോഗിച്ചിട്ട് നമുക്ക് അവരുടെ രാജ്യത്ത് കടന്നു കയറി ആക്രമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഭൂമിയിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ കൗണ്ടർ ചെയ്യാനുള്ള ശക്തി ലോകത്തിലെ ചുരുക്കം ചില രാഷ്ട്രങ്ങൾക്കേ ഉള്ളൂ. അത് നമ്മൾ കൈവരിച്ചിരിക്കുന്നു, ആർജിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് ഇപ്പോഴാണ് ലോകരാഷ്ട്രങ്ങൾ, അതിശക്തിമാന്മാരായ അമേരിക്കയും റഷ്യയും ചൈനയും അവരൊക്കെ ഇസ്രയേൽ ഉൾപ്പെടെയുള്ളവരെ കണ്ടത്. അതിശക്തമായ 3 സൈനിക രംഗത്തും നമ്മൾ അചഞ്ചലമായി നിൽക്കും, അതിശക്തനാണ് നമ്മളെന്നാണ് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി. നമ്മുടെ കൈവശമുള്ള എന്തൊക്കെയാണ് എന്ന് പലരും ഇപ്പം അന്വേഷിക്കുകയാണ്, പല രാജ്യങ്ങളും. പക്ഷേ ആറ്റോമിക് ഒരക്രമം വന്നാൽ അങ്ങനെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലോകത്തിൻ്റെ ഏത് മൂലയിൽ നിന്ന് ആര് അഴിക്കാനും ശരി, അതിനുള്ള ഏരിയൽ സംവിധാനം അപ്രകാരം ഇന്ത്യക്കെതിരായിട്ട് നീങ്ങുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ശാസ്ത്ര പുരോഗതി അത് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞു. ലോകത്തിലെ എല്ലാവർക്കും ഒന്നും അത് ഉണ്ടായിട്ടില്ല, വളരെ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രം. നമുക്ക് ബ്രഹ്മോസിന്റെ ശക്തി എന്താണെന്ന് ലോകത്തിന് അറിഞ്ഞുകൂടാ. നമ്മൾ ബ്രഹ്മോസ് ഉപയോഗിച്ചിട്ട് മിസൈല് ആണവ മുഖത്ത് അവരുടെ ടണലിലേക്ക് അയച്ചു എന്നാണ് പാശ്ചാത്യ വാർത്തകൾ വരുന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആണവ കേന്ദ്രങ്ങൾ ഇരിക്കുന്ന സ്ഥലം നമുക്കറിയാം, അതിൻ്റെ ശക്തി എത്ര ഉണ്ടെന്നറിയാം, എത്ര മിസൈലിലാണ് അത് തൊടുത്തു വെച്ചിരിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് അവരുടെ
ചക്കായിയും മലനിരകളും അവരുടെ സർക്കോത മലനിരകളും അതുപോലെ അവരിപ്പം ആണവം സൂക്ഷിച്ച് നമ്മൾ ആക്രമിച്ചെന്ന് പറയുന്ന ആ കരാന ആ ഹിൽസും അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അവരുടെ ആണവ കേന്ദ്രങ്ങൾ എവിടെയാണെന്നും അവർ തൊടുത്തുവിടാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത് മണ്ണിൻ്റെ അടിയിൽ എത്ര അടി താഴ്ചയിലാണെന്നും അത് ഏത് മലനിരയുടെ പള്ളവശത്താണെന്നും അവിടെ എവിടെ അതിന് ടണലുണ്ടെന്നും ആ ടണൽ മുഖത്ത് നമ്മൾ അടിച്ചിരിക്കും, അതിന് യാതൊരു സംശയമില്ല. അതിനുള്ള ശക്തിയും അതിനുള്ള തന്ത്രങ്ങളും അതിനുള്ള സൈനിക ബലവും ഇന്ത്യക്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിക്കണം. പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം ഈ കാര്യം പറയുന്നുണ്ടെങ്കിലും നമ്മൾ അവരുടെ ആ ആണവ ശക്തിയുടെ ടണൽ മുഖത്ത് നമ്മുടെ ഇന്ത്യൻ മിസൈൽ ബ്രഹ്മോസ് ചെന്ന് വീണു. അതുകൊണ്ട് ആ പാകിസ്ഥാനിലും അതുപോലെ ടർക്കിയിലും പാകിസ്ഥാന്റെ അടുത്തുള്ള ചില ചെറു രാജ്യങ്ങളിലും ഭൂകമ്പം ഉണ്ടായി എന്നുള്ള വാർത്ത വെളിയിലോട്ട് വന്നു. 2-3 പ്രാവശ്യം അടുപ്പിച്ചടുപ്പിച്ച് ഭൂകമ്പം ഉണ്ടായത് ആണവ കേന്ദ്രങ്ങളിലും മലയിൽ ആക്രമിച്ചിട്ടുണ്ടായെങ്കിൽ അത് പൊട്ടിത്തെറിക്കുന്ന മണ്ണിനടിയിലാണെങ്കിലും ഭൂകമ്പ രീതിയിൽ ഉണ്ടാകും. അങ്ങനെയുള്ള വാർത്തകളും വരുമ്പോൾ പാശ്ചാത്യരായിട്ടുള്ള പല രാജ്യങ്ങളും ഇന്ത്യ ആണവ മുഖത്തേക്ക് നമ്മുടെ ബ്രഹ്മോസ് അയച്ചു എന്ന് അവർ വിശ്വസിക്കുന്നു. ഇന്ത്യയുടെ രാജ്യതന്ത്രജ്ഞത അത് നമ്മുടെ രാജ്യരക്ഷാ മന്ത്രിയോ നമ്മുടെ വ്യോമ കര ജലത്തിലെ അതോറിറ്റി മേധാവികൾ അതേപ്പറ്റി പ്രതികരിച്ചിട്ടില്ല. അത് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി മിസ്ട്രി പ്രതികരിച്ചില്ല. അതുപോലെ രാജ്നാഥ് സിംഗ് നമ്മുടെ രാജ്യരക്ഷാ മന്ത്രി പ്രതികരിച്ചില്ല. അതിനെപ്പറ്റി ഒരു വാക്കുപോലും നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ രഹസ്യങ്ങളൊന്നും ആരും പബ്ലിക്കായിട്ട് പറയില്ല, നമ്മൾ പറയില്ല. അത് നമ്മുടെ തന്ത്രപരമായ നീക്കം തന്നെയാണ്. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ പലതും പ്രവചിക്കുമെങ്കിലും ഇന്ത്യ അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും അതിൽ നമ്മൾ തുടർച്ചയായിട്ട് നമുക്കെതിരായിട്ട് നീങ്ങുന്ന ഈ ലഷ്കർ-എ തോയ്ബ ഉൾപ്പെടെയുള്ള അവരുടെ ഭീകര ശക്തികൾ അല്ലെങ്കിൽ അവരുടെ ആ പാകിസ്ഥാനിൽ ട്രെയിനിങ് നടക്കുന്ന സ്ഥലങ്ങളിൽ അവിടെയുള്ള ഇന്ത്യ വിരുദ്ധരായ ശക്തികളുടെ പ്രവർത്തനം തുടർന്നാൽ തീർച്ചയായിട്ടും ഇന്ത്യ പ്രതികരിക്കും. അത് ഏത് രാജ്യത്തിലാണെന്ന് നോക്കില്ല, പാകിസ്ഥാനാണെന്ന് നോക്കില്ല, നമ്മുടെ രാജ്യത്ത് നിന്ന് ആ കൃത്യസ്ഥലത്ത് പ്രിസൈസ്ഡ് ആയിട്ടുള്ള മിസൈൽ ചെന്ന് പതിച്ചിരിക്കും, അവരെ നശിപ്പിച്ചിരിക്കും എന്ന് ലോകത്തിന് ഇപ്പം മനസ്സിലായി. ഇന്ത്യയുടെ പ്രതിരോധ നായകന്മാരെല്ലാം അത് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഭയപ്പെടാനില്ല. ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങളിലെ ഈ ഒരു സമാധാനത്തിൻ്റെ കഴിഞ്ഞ 5 PM മുതൽ ഒരു ചർച്ച നടന്ന് അത് പ്രാവർത്തികമായെങ്കിലും അതിനുശേഷം അതിർത്തിയിൽ ചില സ്ഥലത്ത് ചില ഷെല്ലുകൾ, ചില ഡ്രോൺസുകൾ ഒക്കെ വന്നിട്ടുണ്ട്. അത് പാകിസ്ഥാൻ അറിഞ്ഞുകൊണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അവിടെ ഇപ്പോഴും ടെററിസ്റ്റ് ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും ചെയ്യേണ്ടി വരും. 9 സ്ഥലത്ത് ആണ് നമ്മൾ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ നശിപ്പിച്ചത്. ഏകദേശം 100 പേരെ നശിപ്പിച്ചിട്ടുണ്ട്. ടെററിസ്റ്റുകളായ ഉഗ്രവാദികളായ പലരെയും നമുക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞു. ഇനി 15 സ്ഥലത്തൂടെ അവർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇന്ത്യ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ 15 സ്ഥലത്തും ഓപ്പറേഷൻ സിന്ദൂർ നടക്കും എന്നാണ് ഞാൻ കരുതുന്നത്.